മൊബൈൽ കണ്ട് രസിക്കുന്നു. മൊബൈൽ കണ്ട് ഞാൻ മുതലുമില്ല പലിശയില്ല. മാസങ്ങൾ കൊണ്ടിട്ട് നടത്തിക്കുക. ഇങ്ങോട്ട് വരട്ടെ ഞാൻ. ഇതോടെ ഗജനി കളിക്കുന്ന എൻ്റെ അടുത്ത്. ഗജനി ഈ കഴിഞ്ഞ പ്രാവശ്യം അവധി മേടിച്ചതിൻ്റെ അന്ന് എനിക്ക് ഇവിടെയൊക്കെ ഉമ്മ തന്നതാ. ഇനിയിപ്പോൾ നിന്റെ ഉമ്മായും വേണ്ട വാപ്പായും വേണ്ട. നീ പൈസ എടുത്തോണ്ടോ എനിക്ക് പോണോ? എനിക്കിത് അതല്ല, ഉമ്മ അകത്തുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ വിഷയമാണ്. തുളസി എണ്ണ ഞാൻ കാല് പിടിക്കാണ്. ഇപ്പോഴത്തേക്കൊന്ന് പോ. ഞാൻ അങ്ങോട്ട് വരാം. വരാം ഇപ്പം വരാം. നീ പോയ കൊച്ചുങ്ങളെ തള്ളേക്ക് വിളിച്ചോണ്ട് വാടാ. ആ വിളിക്കാം വിളിച്ചോണ്ട് വരാം. അതുങ്ങളില്ലാത്തോണ്ട് ഒരു ആവി എനക്കും ഇല്ല ഇവിടെ. നീ ഇങ്ങനെ നിന്നോ കേട്ടാ. സ്കൂളിലെ ബെല്ലടിക്കുന്നവരെ ഇവിടെ നിന്നോ. ഉമ്മ ഇത് ആരാ കാര്യമായി പറയുന്നേ? ഉഷയുടെ ഇളയവനല്ലയോടാ അത്. പൊന്നൂസ്. ഇത് പൊന്നൂസും തക്കുടും ഒന്നും അല്ല. ഇത് തുളസി. ബ്ലേഡ് തുളസി. അയ്യോ, തുളസിയോ? ആണോ? തുളസി എന്ന് പറഞ്ഞിട്ട് ശംഭുവിന്റെ നാറ്റമല്ലോടാ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഈ ഒരു കാര്യം ചെയ്യാം. ആ കലുങ്ങിന്റെ അടുത്ത് കാണും. നീ അങ്ങോട്ട് വാ. കലുങ്ങിന്റെ അടുത്ത് നിൽക്കാൻ ഇവൻ എന്തോടാ? കാട്ടു തുളസിയോ? മോനെ, നീ അവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചല്ലേ? ഉമ്മാക്കെല്ലാം മനസ്സിലായി. എല്ലാം കൂടെ കെട്ടിപ്പൂട്ടി വെച്ചിട്ട് എന്തിനാ പോകുമ്പോ കൊണ്ടുപോകാനോ? ഈ മഴയും പിടിച്ച് കിടക്കുന്ന സമയത്ത് ഓരോരുത്തന്മാർ വന്ന് പൈസ വാങ്ങിച്ചാൽ അവനെവിടെ പോകാനും നല്ല ഉള്ളു കൊടുക്കാൻ. ഇത്രകാലത്തെ സമ്പാദ്യ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ. എന്നാ മോനെ, അവന്റെ കടം തീർക്ക്. ഇതെന്താ പഴയ 1000ന്റെ നോട്ടുകള്? ഉമ്മ ഇത് മാറിയില്ലായിരുന്നോ? അന്നെല്ലാവനും ബാങ്കിന്റെ മുന്നിൽ കിടന്ന് ചവിട്ടുമുണ്ട്. എന്നെ അതിന് കിട്ടത്തില്ല. അന്നും ഞാൻ പോയിട്ടില്ല, ഇന്നും ഞാൻ പോയില്ല. എനിക്ക് ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. എൻ്റെ മക്കൾക്കത് ഉപകാരപ്പെട്ടെ. ഇനി കൊണ്ട് മാറിയോ എടുക്കയോ എന്താന്ന് വെച്ചാ ചെയ്യും. ഉമ്മയുടെ സമ്പാദ്യം മൊത്തം ഉണ്ട് അതില്.